നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 74.35% പോളിംഗ്. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് കുറഞ്ഞെങ്കിലും ആവേശം ചോരാതെയായിരുന്നു വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തിയത്. കനത്ത മഴയെ അവഗണിച്ചാണ് നിലമ്പൂരിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തിയത്. വിവരങ്ങളുമായി ഇപ്പോൾ കെ.ടി. സ്വാലിഹ് നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സ്വാലിഹ്, കഴിഞ്ഞ തവണ 75.23% പോളിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ 74.35%. 1% താഴെയാണ് കുറവ് വന്നിട്ടുള്ളത്. ഏതായാലും വലിയ തരത്തിൽ വാശിയേറിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയാണ് അവിടെ നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞത്. രാവിലെ വലിയ തരത്തിലുള്ള പോളിംഗ് നടന്നു. ഉച്ചയോടുകൂടി അല്പം മന്ദഗതിയിലായി, വൈകുന്നേരം വീണ്ടും വലിയ തരത്തിൽ ശക്തമായ പോളിംഗ് നടക്കുകയും ചെയ്തു. എന്താണ് മുന്നണികളുടെ ഒരു വിലയിരുത്തൽ ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെടുത്തി? വലിയ കുറവ് വന്നിട്ടില്ലെന്ന് തന്നെ പറയാം പോളിംഗ് ശതമാനത്തിൽ, അല്ലേ? സിജു, ഇന്നലെ അവസാനം വന്ന ഒരു പോളിംഗ് ശതമാനം 74.35%. ഇനി 2 മെഷീനുകളിലെ വോട്ട് കൂടി ഇതിൽ ചേർക്കാനുണ്ട്. അത് പുതിയ അപ്ഡേഷൻ വരും എന്നാണ് അറിയിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 76.6% ഏതാണ്ട് 1.71% വോട്ടിൻ്റെ കുറവ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. മുന്നണികളെല്ലാം തന്നെ വലിയ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നുണ്ട്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ഒരു മണ്ഡലത്തിൽ വലിയ സ്വാധീനം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സാധാരണ ഉണ്ടാവാറില്ലെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ കണക്ക് നോക്കുമ്പോൾ ഇടതുമുന്നണിക്ക് വൻ മുന്നേറ്റമുള്ള അല്ലെങ്കിൽ വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. സാധാരണ രീതിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് കണക്കുകൾ എടുത്താൽ പോലും മുത്തേടം, ചുങ്കത്തറ പഞ്ചായത്തുകളിലാണ് മുത്തേടത്ത് 2331 വോട്ടും ചുങ്കത്തറയിൽ 314 വോട്ടിൻ്റെയും ലീഡ് UDF-നുണ്ടായത്. അതേസമയം നഗരസഭയിൽ മാത്രം 1527 വോട്ടിൻ്റെ ലീഡ് ഇടതുമുന്നണിക്കുണ്ടായിരുന്നു. കരുളായി പഞ്ചായത്തിലാണെങ്കിൽ 1449 വോട്ടിൻ്റെയും അമരമ്പലത്ത് 1492 വോട്ടിൻ്റെയും ലീഡ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തുകളിൽ ഇടതുമുന്നണിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമരമ്പലം ചുങ്കത്തറ പഞ്ചായത്തുകൾ, അമരമ്പലവും പോത്തുകല്ല് പഞ്ചായത്തുമാണ് ഇതിൽ ഇടതുമുന്നണിക്ക് പഞ്ചായത്ത് തലത്തിൽ ഭരണമുള്ളത്. അതേസമയം വാർഡുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ നഗരസഭയിലെയും ഈ 7 പഞ്ചായത്തിലെയും വാർഡുകളുടെ കണക്കെടുത്താൽ ബലാബലത്തിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികളും വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. CPIM-നെ സംബന്ധിച്ചിടത്തോളം 45.5 മുതൽ 49% വരെ വോട്ട് ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ ഇടതുമുന്നണിക്ക് ഈ പോളിംഗിന് ശേഷവും ഉണ്ട്. അത് പ്രധാനമായും സ്ഥാനാർത്ഥിയുടെ മികവ്, അതോടൊപ്പം തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളൊക്കെ സജീവ ചർച്ചയാക്കാനും അത് ജനങ്ങളിലെത്തിക്കാനും കഴിഞ്ഞിരുന്നു. UDF-നകത്തുണ്ടായ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മറ്റ് രാഷ്ട്രീയ വിവാദങ്ങൾ, ഇതെല്ലാം ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കുമെന്ന ഒരു വിലയിരുത്തൽ ഇടതുമുന്നണിക്കുണ്ട്. അതുകൊണ്ട് തന്നെ 49% വരെ വോട്ട് ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് LDF പങ്കുവെക്കുന്നത്. സിജു, ഏതായാലും സ്വാലിഹ്, ഒരു പക്ഷേ ഈ നേരത്തെ സ്വാലിഹ് പറഞ്ഞ പോലെ ഇനി 2 വോട്ടിംഗ് മെഷീനുകളുടെ വോട്ടുകൾ കൂടി എണ്ണാനുണ്ട്. ഈ 1% കുറവ് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ 2,30,000 വോട്ട്, 2,500 വോട്ടുകളുടെ കുറവാണ് വന്നിട്ടുള്ളത്. 7,700 പുതിയ വോട്ടുകളും അവിടെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പറയുകയാണെങ്കിൽ ഈ പുതിയ കണക്കുകൾ കൂടി വരുമ്പോൾ വലിയ തരത്തിലുള്ള പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടില്ല എന്നതും അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ സിസ്റ്റമാറ്റിക്കായി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതാണ്. അതോടൊപ്പം പോളിംഗ് ദിവസവും ആ ഒരു മെഷീനറി വളരെ കൃത്യമായി വർക്ക് ചെയ്തു എന്നാണ് വിലയിരുത്തുന്നത്. പരമാവധി ഈ വോട്ടുകൾ LDF-ന് സാധാരണ ലഭിക്കുന്ന വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് 3 മണിക്ക് മുൻപായി തന്നെ ഈ വോട്ടുകളെല്ലാം പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. UDF ആവട്ടെ, കോൺഗ്രസും മുസ്ലിം ലീഗും ഇത്രമേൽ ഒരുമിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ മലപ്പുറം ജില്ലയിൽ നേരിടുന്നത് ആദ്യമായാണ്. ആ ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ UDF കേന്ദ്രത്തിന് ഉള്ളത്. അതേസമയം തന്നെ കോൺഗ്രസിനകത്തുണ്ടായ സംഘടനാ പ്രശ്നങ്ങൾ, ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലെല്ലാം തന്നെ മുസ്ലിം ലീഗിന് വലിയ അതൃപ്തി പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ഒരു ആശങ്ക
പൊതുവെ മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് വളരെ സംഘടിതമായി തെരഞ്ഞെടുപ്പ് പ്രചാരണമെല്ലാം UDF ഒരു മുന്നണി എന്ന തരത്തിൽ കൊണ്ടുപോകാൻ സാധിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് ഉള്ള ഒരു പ്രതീക്ഷ UDF നേതാക്കളും പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും രണ്ട് മുന്നണികളും വലിയ വിജയപ്രതീക്ഷ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നടത്തുന്നുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പോളിംഗ് കണക്കുകൾ, ഈ നിലവിലെ സാഹചര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലെടുക്കുമ്പോഴുള്ള ഒരു സ്വാധീനം നമുക്കറിയാം. ഇതൊരു പഴയ മണ്ഡലമായിരുന്നു. ഇപ്പോൾ മണ്ഡലം പുനഃക്രമീകരണത്തിൻ്റെ മുമ്പ് കരുളായി, ചോക്കാട്, അതോടൊപ്പം തന്നെ കാളികാവ്, ചാലിയം 3 പഞ്ചായത്തുകൾ കൂടി ഇതിനകത്തുണ്ടായിരുന്നു. ഇത് UDF-ന് വലിയ സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു. അക്കാലത്തെല്ലാം 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന് UDF ജയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ മണ്ഡല പുനഃക്രമീകരണം കഴിഞ്ഞതിന് ശേഷം UDF-ന് അങ്ങനെ വലിയ മേൽക്കൈ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ വിജയമൊക്കെ വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഒരു UDF-ന് മേൽക്കൈയുള്ള മണ്ഡലമല്ല. മറ്റു കണക്കുകളെല്ലാം വരുമ്പോൾ സ്വാഭാവികമായും ഇടതിന് ഒരു മേൽക്കൈ ഈ മണ്ഡലത്തിൽ ഉണ്ട്. സിജു, സ്വാലിഹ്, ഇതിനകത്ത് നമുക്ക് കൃത്യമായി അറിയാം LDF-ൻ്റെ ക്യാമ്പിൻ്റെ കൃത്യമായ വിലയിരുത്തൽ ഭരണവിരുദ്ധ വികാരം എന്നൊന്നും ഉണ്ടായിട്ടില്ല. നിലമ്പൂരിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഒട്ടാകെ കേരളത്തിൽ LDF സർക്കാർ കൊണ്ടുവന്ന വികസനങ്ങൾ, അത് തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ വോട്ടിംഗ് പുരോഗമിക്കുമ്പോൾ പല വോട്ടർമാരും ആ വികാരം ഒരു മറയുമില്ലാതെ പങ്കുവെക്കുന്നു. സാധാരണ രീതിയിലൊക്കെ ഈ വോട്ടിംഗ് ദിവസങ്ങളിൽ ക്യാമറ മൈക്കുകൾക്ക് മുമ്പിൽ പറയാൻ ഒരു മടി ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരു മടിയുമില്ലാതെ വളരെ കൃത്യമായി ഇവിടെ ഒരു ഭരണ തുടർച്ച ഉണ്ടാകണം, നിലമ്പൂരിൽ വികസനം തുടർച്ച ഉണ്ടാകണം എന്ന തരത്തിൽ തന്നെ അവർ പരസ്യമായി പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു. വളരെ കൃത്യമായി തന്നെ ഒരു രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി തന്നെ അവർ വോട്ട് ചെയ്തു എന്ന് തന്നെ വിലയിരുത്താൻ ആ ആത്മവിശ്വാസം LDF-ന് ഉണ്ട് കൃത്യമായും. പക്ഷേ UDF എല്ലാ തരത്തിലും നമ്മൾ കണ്ടതാണ് പലതരത്തിലുള്ള പരാജയങ്ങൾ. സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങൾ കൊണ്ടുവന്നു, അതെല്ലാം ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുന്നത് കണ്ടു. അതെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് വർഗീയ നിലപാടുകളുമായി ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മതരാഷ്ട്രവാദികളുമായിട്ടുള്ള ചങ്ങാത്തത്തിൽ പോവുകയും ചെയ്തത്. വല്ലാത്തൊരു ആത്മവിശ്വാസക്കുറവ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം UDF-ന് ഉണ്ടായിരുന്നു. വല്ലാതെ അലട്ടുന്നുണ്ടോ അവരെ? സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് LDF മുന്നോട്ട് വെച്ച വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ സംസ്ഥാനത്തെ പൊതുവായുള്ള വികസനങ്ങൾ, അതോ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് LDF മുന്നോട്ട് വെച്ച വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ സംസ്ഥാനത്തെ പൊതുവായുള്ള വികസനങ്ങൾ, അതോടൊപ്പം ഈ മണ്ഡലത്തിലെത്തിയ ജനങ്ങൾക്ക് നേരിട്ട് കാണാവുന്ന വികസനങ്ങൾ, അതായത് മലയോര റോഡുകൾ, മലയോര പാത മാത്രമല്ല പ്രാദേശികമായി ഒക്കെയുള്ള റോഡുകൾ, അതോടൊപ്പം തന്നെ ഈ ബൈപ്പാസിൻ്റെ തടസ്സങ്ങൾ നീങ്ങിയ ഒരു കാര്യം, അതായത് ഈ മണ്ഡലത്തിലെ ജനങ്ങളുമായി നേരിട്ട് മനസ്സിലാകുന്ന ഈ സർക്കാരിൻ്റെ വികസനവും ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം വളരെ സജീവമായി ചർച്ച ചെയ്യുന്നതിനിടയിലാണ് പെൻഷൻ വാങ്ങുന്നവരെ അധിക്ഷേപിച്ച് KC വേണുഗോപാൽ രംഗത്തെത്തുന്നത്. ഇതെല്ലാം ഈ മണ്ഡലത്തിൽ വീണ്ടും വലിയ വിവാദം, UDF കേന്ദ്രത്തിനകത്ത് വലിയ ഒരു അസ്വസ്ഥത പിന്നീട് ഉണ്ടാവുന്നു. അതിനിടയിലാണ് ജമാഅത്തെ ഇസ്ലാമി സഖ്യം വരുന്നത്. ഈ സഹകരണത്തെക്കുറിച്ച് എല്ലാ ദിവസവും LDF നേതാക്കൾ ഓരോരുത്തരായി വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു, ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ ഇതിലൊരു കൃത്യത അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു നിലപാട് പറയാൻ UDF നേതൃത്വത്തിന് സാധിച്ചിരുന്നില്ല. ഇത് കേരളീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വലിയ ഒരു അപകടത്തെക്കുറിച്ച് തിരിച്ചറിയാനോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബന്ധമുണ്ടാക്കിയത് എന്നത് വിശദീകരിക്കാനോ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിരുന്നില്ല. കാന്തപുരം AP വിഭാഗത്തിനൊക്കെ വലിയ സ്വാധീനമുള്ള, വലിയ വോട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ നിലമ്പൂർ. അതുകൊണ്ട് തന്നെ അവർ SSF-ൻ്റെ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ മുഖപത്രത്തിൽ 2 ലേഖനങ്ങളാണ് ഈ വിഷയത്തിൽ തന്നെ
വരുന്നത്. രണ്ട് സമസ്തകളുടെയും മുസ്ലിം സംഘടനകളിൽ വലിയ സ്വാധീനമുള്ള രണ്ട് സമസ്തയുടെയും നേതാക്കൾ ഒരുമിച്ച് ഇതിനെ എതിർക്കുന്ന സാഹചര്യമുണ്ടായി. മുജാഹിദ് വിഭാഗങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഈ 3 വോട്ടുകളും മാറ്റി നിർത്തിയാൽ മുസ്ലിം സമൂഹത്തിൽ പിന്നെയുള്ളത് ജമാഅത്തെ ഇസ്ലാമിക്ക് നമുക്കറിയാം വളരെ തുച്ഛമായ ഈ മണ്ഡലത്തിൽ അവരുടെ തന്നെ കണക്കനുസരിച്ച് 2500-ൽ താഴെ കുടുംബങ്ങളാണ്. പക്ഷേ അത് നൽകുന്ന ഒരു രാഷ്ട്രീയമായ അപകടം തിരിച്ചറിയാൻ പോലും തയ്യാറാവാതെ ഒരു സഹകരണമുണ്ടാക്കി മുന്നോട്ട് പോകുന്നത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇത് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നത് വലിയ ആശങ്ക ഇപ്പോഴും UDF കേന്ദ്രത്തിലുണ്ട്. ഇടതുമുന്നണിക്കും തന്നെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്തതിലെ ഒരു ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുമുണ്ട്. സിജു. ശരി, KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകി. ഏതായാലും നിലമ്പൂരിൽ UDF എടുത്ത നിലപാട്, കോൺഗ്രസ് UDF ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടിയത്, മതരാഷ്ട്രവാദികളുമായുള്ള കൂട്ടുകൂടിയത് വരുംകാല കേരള സമൂഹ ശരീരത്തിലുണ്ടാക്കിയ മുറിവ് എത്രത്തോളമുണ്ട് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പിന് ശേഷവും ജനങ്ങൾ വിലയിരുത്തുക തന്നെ ചെയ്യും.